നമസ്കാരം. പ്രധാന വാർത്തകൾ. സാറ്റലൈറ്റ് ഫോണുമായി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഒടുവിൽ പിടിയിൽ. ഇന്ത്യയിൽ നിരോധിച്ച സാറ്റലൈറ്റ് ഫോണുമായി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വിദേശി പിടിയിൽ. ഇൻഡിഗോ വിമാനത്തിൽ മുംബൈയിലേക്ക് പോകാനെത്തിയ ജർമ്മൻ സ്വദേശിയായ അഡ്മാൻ ക്ലസോങ്ങിയാണ് പിടിയിലായത്. ഇക്കഴിഞ്ഞ 5-ന് ബംഗളൂരുവിൽ വന്നിറങ്ങിയ ഇയാൾ രാജ്യത്തിന്റെ നിരവധി സ്ഥലങ്ങളിൽ സഞ്ചരിച്ചിട്ടുണ്ട്. നെടുമ്പാശ്ശേരി പോലീസ് ഇയാൾക്കെതിരെ കേസെടുത്തു. ഫോണും പിടിച്ചെടുത്തിട്ടുണ്ട്. ഫോൺ നാളെ കോടതിയിൽ ഹാജരാക്കും. അതേസമയം സാറ്റലൈറ്റ് ഫോണിന് ഇന്ത്യയിൽ വിലക്കുണ്ടെന്ന് അറിയില്ലായിരുന്നുവെന്ന് ഇയാൾ പോലീസിന് മൊഴി നൽകി. പൂജ ചെയ്യാനെത്തിയ പട്ടികജാതിയിൽപ്പെട്ട ശാന്തിക്കാരനെ അധിക്ഷേപിച്ചു. കേസെടുത്ത പോലീസ്. പട്ടികജാതിയിൽപ്പെട്ട ശാന്തിക്കാരനെ അധിക്ഷേപിച്ചതിൽ പോലീസ് കേസെടുത്തു. എറണാകുളം വടക്കൻ പറവൂർ തത്തപ്പള്ളി ശ്രീ ദുർഗാക്ഷേത്രത്തിൽ കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് സംഭവം നടന്നത്. പൂജ ചെയ്യാൻ അമ്പലത്തിലെത്തിയ പട്ടികജാതിക്കാരനായ യുവാവാണ് അധിക്ഷേപം നേരിട്ടത്. പ്രദേശവാസിയായ ജയേഷ് ജാതി ചോദിച്ചുവെന്നാണ് പരാതി. യുവാവിന്റെ പരാതിയിൽ നോർത്ത് പറവൂർ പോലീസ് കേസെടുത്തു. പട്ടികജാതി അതിക്രമം തടയൽ നിയമപ്രകാരമാണ് കേസെടുത്തത്. തിരുവിതാംകൂർ ദേവസ്വത്തിന് കീഴിലാണ് തത്തപ്പള്ളി ശ്രീ ദുർഗാക്ഷേത്രം. അധോലോക നേതാവ് ലോറൻസ് ബിഷ്ണോയിയുടെ സഹോദരൻ പിടിയിൽ. ഗുണ്ട തലവൻ ലോറൻസ് ബിഷ്ണോയിയുടെ സഹോദരൻ അൽമോൽ ബിഷ്ണോയി അമേരിക്കയിൽ പിടിയിൽ. കാലിഫോർണിയയിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത്. 18 കുറ്റങ്ങളാണ് അൻമോൽ ബിഷ്ണോയ്ക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. അൻമോലിനെ ഇന്ത്യയിലെത്തിക്കാൻ മുംബൈ പോലീസ് ശ്രമം തുടങ്ങി. NIA അൽമോലിനെ പിടിക്കാൻ സഹായിക്കുന്നവർക്ക് 10 ലക്ഷം രൂപ പ്രഖ്യാപിച്ചിരുന്നു. ലോറൻസ് ബിഷ്ണോയി ഗ്യാങ്ങിന്റെ പ്രവർത്തനം നിയന്ത്രിച്ചിരുന്നത് ഇദ്ദേഹമാണ്. 2022-ൽ പഞ്ചാബി ഗായകൻ സിദ്ധു മൊസവാലയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയാണ് അൻമോൽ ബിഷ്ണോയി. ഏപ്രിൽ 14-ന് സൽമാൻ ഖാന്റെ വസതിക്ക് പുറത്തു നടന്ന വെടിവെപ്പുമായി ബന്ധപ്പെട്ട് മുംബൈ പോലീസ് അൻമോലിനെതിരെ ലുക്കൌട്ട് സർക്കുലർ പുറപ്പെടുവിച്ചിരുന്നു. സംശയാസ്പദ സാഹചര്യത്തിൽ കണ്ടത് ചോദ്യം ചെയ്തു. പോലീസുകാർക്ക് മർദ്ദനം. യുവാവ് കല്ലുപയോഗിച്ച് പോലീസുകാരെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചതായി ആരോപണം. പരിക്കേറ്റ SI ഉൾപ്പെടെ 4 പോലീസുകാരെ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. SI ജിതേഷ്, ഗ്രേഡ് SI അബ്ദുള്ള, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ പ്രവീൺ കുമാർ, സിനുരാജ് എന്നിവർക്കാണ് പരിക്കേറ്റത്. സംഭവത്തെ തുടർന്ന് ബിരുദ വിദ്യാർത്ഥിയായ അത്തോളി കൊങ്ങന്നൂർ മലയിൽ നോബിനെ അറസ്റ്റ് ചെയ്തു. കോഴിക്കോട് കൊയിലാണ്ടിയിൽ ഇന്ന് വൈകിട്ട് ചിത്ര തിയേറ്ററിന് സമീപത്ത് വെച്ചാണ് സംഭവം. പോക്സോ കേസിൽ ഉൾപ്പെട്ട ഒരു പ്രതിക്കായി പോലീസ് തിരച്ചിൽ നടത്തുന്നതിനിടയിൽ സംശയാസ്പദമായ സാഹചര്യത്തിൽ നിൽക്കുകയായിരുന്ന നോബിനെ കാണുകയായിരുന്നു. ഇയാൾക്ക് സമീപത്തെത്തി ചോദ്യം ചെയ്യുന്നതിനിടയിൽ യുവാവ് ആക്രമിക്കുകയായിരുന്നുവെന്നാണ് പോലീസ് പറഞ്ഞത്. പുതുതായി 1375 ഗ്രാമപഞ്ചായത്ത് വാർഡുകൾ. തദ്ദേശ വാർഡ് വിഭജനത്തിന്റെ കരട് വിജ്ഞാപനം പുറത്ത്. സംസ്ഥാന തദ്ദേശ വാർഡ് വിഭജന കരട് വിജ്ഞാപനം പുറത്തിറക്കി. ആകെ 1510 വാർഡുകളാണ് പുതിയ കരട് വിജ്ഞാപനത്തിലുള്ളത്. 1375 ഗ്രാമപഞ്ചായത്ത് വാർഡുകളും 128 മുനിസിപ്പാലിറ്റി വാർഡുകളും 7 കോർപ്പറേഷൻ വാർഡുകളുമാണ് പട്ടികയിൽ പുതിയതായി ഉൾപ്പെട്ടിട്ടുള്ളത്. ഡിസംബർ 3 വരെ കരടുമായി ബന്ധപ്പെട്ട പരാതികളും ആക്ഷേപങ്ങളും സമർപ്പിക്കാം. പരാതികളും അപേക്ഷകളും പരിശോധിച്ച ശേഷമാകും അന്തിമ തീരുമാനമെടുക്കുക.